മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. നാളെ SSLC എക്സാം ഹാളിലേക്ക് കുഞ്ഞുങ്ങൾ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫേസിംഗ് ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാം അല്ലേ? നമ്മുടെ ഈ ഒരു ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് പാർട്ടാണ് നമുക്ക് ശരിക്കും ഫില്ല് ചെയ്യാനുള്ളത്. ഏറ്റവും ടോപ്പിലും ഏറ്റവും ബോട്ടത്തിലും. ഈ സെന്ററിലുള്ളത് നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് വാല്യുവേഷൻ ക്യാമ്പിൽ അവർ നിങ്ങളുടെ മാർക്ക് ഇടുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നും ഫില്ല് ചെയ്യാനായിട്ടില്ല. അപ്പൊ മുകളില് എന്താണ് ഫില്ല് ചെയ്യേണ്ടത് നോക്കാം അല്ലെ. മുകളിലേക്ക് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് നെയിം ഓഫ് ദ എക്സാമിനേഷൻ വരുന്നുണ്ട്, പരീക്ഷയുടെ പേര്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ പേര് അത് തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ SSLC എക്സാമിനേഷൻ മാർച്ച് 2025, നിങ്ങളുടെ 2026 ആണ് വരിക. അത് നിങ്ങൾ 2026 നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടും. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതുകൊണ്ടാണ് 2025. മാർച്ച് 2026 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ എക്സാമിനേഷന്റെ പേര് അത് അങ്ങനെ മക്കൾ പരീക്ഷയുടെ പേര് എന്നുള്ളതിന്റെ നേരെ എഴുതുക. അടുത്തത് സബ്ജക്റ്റ് ആണ് അല്ലെ, വിഷയം. ഏത് സബ്ജക്റ്റ് ആണ്? കെമിസ്ട്രി. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആയിരിക്കും. ഏത് എക്സാം ആണോ നടക്കുന്ന ആ എക്സാം. അടുത്തത് പേപ്പർ എന്നുള്ളതാണ്. അത് മലയാളത്തിന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ, കാരണം മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും ഉണ്ട്. അപ്പൊ അവിടെ മാത്രമായിരിക്കും ആ പേപ്പർ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ദ എക്സാമിനേഷൻ, നമ്മൾ എന്നാണോ ഡേറ്റ് എക്സാം എഴുതുന്ന ദിവസം അത് കൃത്യമായിട്ട് ഇൻവിജിലേറ്ററോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡേറ്റ് എന്തായാലും ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. ഏത് പാറ്റേണിലാണോ ഡേറ്റ് ഇട്ടിരിക്കുന്നത് അതേ പാറ്റേണിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഫില്ല് ചെയ്യുക. അപ്പൊ മുകളിലത്തെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വടക്കൻ സാർ ഒരു കാര്യം കൂടി ഉണ്ട്, ടോട്ടൽ അഡീഷണൽ ഷീറ്റ് യൂസ്ഡ്. അത് എക്സാം മൊത്തം എഴുതി കഴിഞ്ഞിട്ടാണ്. ലാസ്റ്റ് ആണ് എഴുതേണ്ടത്. മറക്കരുത്, കൃത്യമായിട്ട് അത് ചെയ്യണം. അഡീഷണൽ ആയിട്ട് നിങ്ങൾ എത്ര പേപ്പർ എടുത്തെന്നുള്ളത് കൃത്യമായിട്ട് ഈ കോളത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത്, തുടക്കത്തിലല്ല അവസാനം ചെയ്യണം. ഇനി നമ്മൾ താഴെ സെൻട്രൽ ആയിട്ടുള്ള ഈ ഒരു മാർക്ക് ഇടുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു വാല്യുവേഷൻ ക്യാമ്പിൽ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണ് കിട്ടിയത് എന്നുള്ളത് അവരെന്ത് ചെയ്യും, സബ് ക്വസ്റ്റ്യൻ എ, സബ് ക്വസ്റ്റ്യൻ ബി, സബ് ക്വസ്റ്റ്യൻ സി എന്നുള്ള നിലക്ക് അവർ സെറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ടീച്ചേഴ്സിനുള്ളതാണ്. മക്കൾ അവിടെ ഒന്നും തന്നെ പാടില്ല. ആൻഡ് ഏറ്റവും താഴെയുള്ള പോർഷൻ ആണ് മെയിൻ ഷീറ്റിന്റെ ഏറ്റവും താഴെയുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരിക്കലും തെറ്റിക്കരുതാത്ത രജിസ്റ്റർ നമ്പർ ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കി വളരെ കൃത്യമായിട്ട് ഒരക്ഷരം പോലും തെറ്റാതെ അല്ലെ. ഇൻ ഫിഗേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻ വേർഡ്സും ഉണ്ട്. നമുക്ക് ഒരെണ്ണം എഴുതി കൊടുക്കാം. എനിക്ക് 6 ഡിജിറ്റ് ആണല്ലോ ഇവരുടെ ഹോൾ രജിസ്റ്റർ നമ്പർ തോന്നുന്നു വടക്കൻ സാർ. അപ്പൊ 4 5 7 2 6 3 എത്രയായി ഇപ്പൊ? 1 2 3 4 5 6 ആയല്ലേ. എനിക്കൊന്നു 6 ഡിജിറ്റ് ആണെന്ന് തോന്നുന്നു. അത്ര ഏത് ഡിജിറ്റ് എത്രയാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അത് അങ്ങനെ എഴുതുക. താഴെ അക്ഷരത്തിലുണ്ട്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? ഇവിടെ 4 എന്ന് എഴുതാം അല്ലെ 4 എന്ന് എഴുതാം അല്ലെ. ആ കോളത്തിനുള്ളില് ഒന്നില് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒരെണ്ണം, രണ്ടും എഴുതാൻ പാടില്ല. ഇപ്പൊ 5 ആണെങ്കിൽ താഴെ ഈ കോളത്തിനുള്ളിൽ 5 എന്ന് എഴുതുക. 7 എന്നുള്ളത് ഈ കോളത്തിനുള്ളിൽ എഴുതുക. 2 എന്നുള്ളത് ഇതിന്റെ തൊട്ട് താഴെ എഴുതുക. 6 3. ഇത് നമ്മൾ വെറുതെ എഴുതുന്ന കേട്ടോ, ഇതൊന്നും അല്ല. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതനുസരിച്ചാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അതും കൃത്യമായിട്ട് നിങ്ങൾ എവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ആ ഇരിക്കുന്ന ബോർഡിൽ പോലും നോക്കരുത്. നിങ്ങൾ ഹോൾ ടിക്കറ്റ് മാത്രം നോക്കിയിട്ട് അത് എഴുതണം. നെക്സ്റ്റ് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ആണ്. നിങ്ങളല്ല ഒപ്പിടേണ്ടത്. ആരാണ്? ഇൻവിജിലേറ്റർ. ഇതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം എക്സ്റ്റേണൽ എക്സാമിനർ ആണ്. ആ ടീച്ചർ വന്ന് നിങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി ഫേസിംഗ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കിയ ശേഷം എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മിസ് എന്തായാലും സൈൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇവർ ചെയ്യേണ്ട ലാസ്റ്റ് കാര്യം കോഡ് നമ്പർ ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. എവിടെ കിട്ടും കോഡ് നമ്പർ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കോഡ് കാണാൻ പറ്റും. ആ കോഡ് നിങ്ങൾ എവിടെ എടുത്ത് എഴുതണം? നമ്മുടെ ഈ ഒരു ആൻസർ ഷീറ്റിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എടുത്ത് എഴുതണം. അവസാനമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് എഴുതണം? ഏറ്റവും ടോപ്പിൽ അഡീഷണൽ ഷീറ്റ് എത്ര എണ്ണം യൂസ് ചെയ്തു. എന്തായാലും എക്സാം ഹോളിൽ കയറുമ്പോൾ നിങ്ങളുടെ ഇൻവിജിലേറ്റർ ഒന്നും കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലെ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ടീച്ചർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ടീച്ചറെയും നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടീച്ചറിനോട് ചോദിക്കാം. അതെ, സംശയമുള്ള ഒരു കാര്യവും നിങ്ങൾ എഴുതാൻ പാടില്ല. കാരണം നിങ്ങളുടെ മൊത്തം എക്സാമിനെ അഫക്ട് ചെയ്യും. നിങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻവിജിലേറ്ററോട് ചോദിച്ചതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യാം. നാളെ എക്സാം ആണ്. ഓൾ ദ വെരി ബെസ്റ്റ്.